എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്ക്. SFIO അന്വേഷണം ആരംഭിച്ചതോടെ കോർപ്പറേറ്റ് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. സാമ്പത്തിക തട്ടിപ്പിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് നടത്താൻ കഴിയുന്ന ഉന്നതതല അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം. ROC അന്വേഷണം SFIOയ്ക്ക് കൈമാറിയുള്ള ഉത്തരവിന്റെ പകർപ്പ് ജനം TV ഇന്നലെ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണയുടെ കമ്പനിയായ എക്സലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL 2017-2020 കാലയളവിൽ 1,72,00,000 രൂപ നൽകിയതിലാണ് വിശദമായ അന്വേഷണം. പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകാതെയാണ് പണമിടപാടുകൾ. CMRL ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി എക്സലോജിക്കിന് 77.60 ലക്ഷം രൂപ കടം നൽകിയതിലും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇടപാട് അന്വേഷിക്കാൻ നേരത്തെ നിയോഗിച്ച സംഘത്തിലെ 3 ഉദ്യോഗസ്ഥരും പുതിയ ടീമിലുണ്ട്. വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിയാണ് SFIO. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന SFIOയ്ക്ക് റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരങ്ങളുമുണ്ട്. CMRL കമ്പനിയിൽ 13.4% ഓഹരി ഉടമസ്ഥതയുള്ള KSIDCയും അന്വേഷണ പരിധിയിലാണ്. എക്സലോജിക് CMRL ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. കരാറിന്റെ വിശദാംശങ്ങളും ആവശ്യപ്പെട്ട രേഖകളും എക്സലോജിക് സമർപ്പിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് 55 ലക്ഷം രൂപ എത്തിയതിലും വ്യക്തതയില്ലെന്ന് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനി റിപ്പോർട്ടിലുണ്ടായിരുന്നു. SFIO അന്വേഷണത്തോടെ വീണ വിജയന് മേൽ കുരുക്ക് മുറുകുകയാണ്. മുഴുവൻ സാമ്പത്തിക ഇടപാടുകളിലും കൃത്യമായ മറുപടി നൽകാനായില്ലെങ്കിൽ ശക്തമായ നടപടികളുണ്ടാകും. ജനം, കൊച്ചി.